സ്റ്റേജ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അദ്ദേഹം ഈ കോമഡി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കാണ് അത് കാണുമ്പോൾ ഫൺ. അത് വളരെയധികം സ്ട്രെസ്സിലൂടെയും പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് അദ്ദേഹം മാനേജ് ചെയ്തിട്ടാണ് എന്തെങ്കിലും സന്ദർഭങ്ങൾ ഓർമ്മയുണ്ടോ? പിന്നെ ഒരുപാട് വിഷമങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും പുള്ളി ഷൂട്ടിലാണെങ്കിലും സ്റ്റേജിൽ കയറിയാലും പുള്ളി അത് ഉള്ളിൽ മറന്നിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ചില സമയം എനിക്കും അങ്ങ് വിഷമം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ നിന്നോടും പറയുന്നില്ല വാവക്കൂട്ടെ, നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് കൊണ്ടു നടന്നോളാം. എന്തെങ്കിലുമൊക്കെ കൂടുതലും സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിരുന്നു അധികവും. ഒരുപാട് ടെൻഷൻ, മാനസിക പ്രശ്നങ്ങൾ. ആ കൊറോണ വന്നതോട് കൂടിയാണ് പുള്ളി ആകെപ്പാടെ ഒരു ഡൗൺ ആയത്. അപ്പോഴും നമ്മൾ കൂടുതലുണ്ടെങ്കിലും ആൾക്ക് ഒരു വിഷമമായിരുന്നു. വീട് വെക്കണം, വീടില്ല എന്നുള്ള ചിന്ത. ഞാൻ നമുക്ക് വെക്കാട്ടെ, ഇനി സമയമുണ്ടല്ലോ എന്നുള്ള അങ്ങനെ. പിള്ളേരെ പഠിപ്പിക്കണം, വീട് വേണമെന്ന് എപ്പോഴും പറയാം. മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ അങ്ങനെ ഒരു സംഭവം പുള്ളി ടോക്ക് ചെയ്തായിരുന്നു. 6 മാസം മുന്നേ വീട് വെക്കും, 6 മാസം മുന്നേ 6 മാസം കഴിഞ്ഞ് ഞാൻ വീട് വെക്കും, 6 മാസത്തിനുള്ളിൽ ഞാൻ വീട് വെക്കുന്നു. അതുപോലെ 6 മാസം കഴിഞ്ഞ് കല്ലിടിയിൽ നടന്നല്ലോ ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ. മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ വീട് വെച്ചിരിക്കും 6 മാസത്തിനകം എന്നോട് പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ വീട് വെക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ. വീട് ഭയങ്കര സ്വപ്നമായിരുന്നു കേട്ടോ. ഈ കോമഡി അല്ലാതെ അദ്ദേഹത്തിന് മറ്റ് ഇൻട്രസ്റ്റഡ് ആയിരുന്ന ഏരിയാസ്? പാചകം ഭയങ്കര ഇഷ്ടമാണ്. പാചകം ചെയ്യാൻ. പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, ചൈനീസ് വിഭവോ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാചകമാണ് ഇഷ്ടം. ഇപ്പൊ സുഹൃത്തുക്കൾക്കും വലിയ പ്രാധാന്യം കൊടുത്തു. അതെ, സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു. എല്ലാവരും മക്കളെ എന്നുള്ള രീതിയാണ് എല്ലാവരുടെ അടുത്തും അദ്ദേഹം അങ്ങനെയാണ് പെരുമാറുന്നത്. മക്കളെടാ, ആരെ കണ്ടല്ലോടാ മക്കളെ, വാ വീട്ടിൽ വാ. ഇപ്പൊ ഇതിലേ നല്ല പഴയ വീട്ടിൽ ഒരു സാധാരണ സേവനക്കറി പൗഡറോ ഈ ബാഗ് ഇട്ട് വരുന്ന പിള്ളേരില്ല, അവരോട് വരെ ബന്ധം പുലർത്തും. കാരണം പുള്ളി അവരെ വിളിച്ചിരുത്തി കാപ്പി കൊടുക്കും, ചോറ് കൊടുത്തിട്ടൊക്കെയാണ് വിടുന്നത്. അങ്ങനെ ഒരു അത് മരിച്ച സമയത്ത് ആ കുട്ടി ഒരു ചെറുക്കൻ സ്ഥിരം വരുമായിരുന്നു. നമുക്ക് കാണാൻ വന്ന് കരയുമായിരുന്നു. ചേട്ടൻ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം എപ്പം മുതൽ ഉച്ച സമയമാണെങ്കിൽ പുള്ളി ചോറ് കൊടുക്കും. വഴിയെ പോകുന്നവരെ പിടിച്ചോണ്ട് ഇരുത്തി വന്ന് ചോറ് കൊടുക്കുന്ന ആളായിരുന്നു. കാരണം തന്നെ ഉണ്ടാക്കി കൊടുക്കും, വെള്ളം കൊടുത്ത്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ഒരു സുഹൃത്ത് ബന്ധത്തിന് ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ സുധിലയം ഉണ്ടായതിനു ശേഷം ഈ വീട്ടിലേക്ക് ഏറ്റവും അധികം കയറി വരുന്ന സുഹൃത്താരാ അദ്ദേഹത്തിന്റെ? സുഹൃത്തുക്കളായിട്ടല്ല, ഒരുപാട് പേര് ഈ വീട് കാണാൻ വരുന്നുണ്ട്, നമുക്ക് അറിയാത്തവര് പോലും. കാരണം സുധിച്ചോണ്ടുള്ള സ്നേഹമാണ്. സ്നേഹം കൊണ്ട് ഇപ്പൊ അതിലെ പോയിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് വീട് കണ്ടോളാൻ പറയാം. കാരണം അവർക്ക് ആ ഒരു സുധിയിലെ ഇത് യൂട്യൂബിലൂടെ ടിവിയിലൂടെ ഒക്കെ അല്ലേ കണ്ട, അപ്പൊ അവർക്ക് നേരിട്ട് കാണാൻ ആഗ്രഹം. അങ്ങനെ വരാറുണ്ട്. അല്ലാതെയല്ല, ഒരുപാട് പേര് ചേട്ടനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരിപ്പം കഴിഞ്ഞിടയ്ക്ക് ചന്ദനക്കുടം, ചങ്ങനാശ്ശേരി ചന്ദനക്കുടം ഉണ്ടല്ലോ മഹോത്സവം, അവിടെ പോയപ്പോൾ അത് 16 ലക്ഷക്കണക്കിന് ആളുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ ആ സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ട് എന്നെ ഓടി വന്ന് തിരിച്ചറിയുന്നവരുണ്ട്, കെട്ടിപ്പിടി ചേച്ചി സുധിച്ചേട്ടനെ ഞങ്ങൾ ഇപ്പോഴും. അപ്പൊ ഇന്നും എന്നെ കാണുമ്പോൾ സുധിച്ചേട്ടനെ ഓർക്കണമെങ്കിൽ എത്രയോ പേരുടെ ഹൃദയത്തിൽ പുള്ളി ഇന്ന് ജീവിക്കുന്നുണ്ട്. തീർച്ചയായും ഇല്ലേ? അതൊരു എന്താ പറയുക, അതുകൊണ്ടാണ് ഈ വീട് വരെ കാണാൻ ആൾക്കാർ വരുന്നത്, സുഹൃത്തുക്കളാണേലും ആരാണല്ലോ വരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും, അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങൾ, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വസ്ത്രങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം അത് മേടിച്ചു കൂട്ടത്തില്ലായിരുന്നു. സ്റ്റാർ മാജിക്കിലുള്ള അവിടുന്ന് കമ്പനി കൊടുക്കുന്ന തിരിച്ചു അതല്ലാതെ അദ്ദേഹം ഒരുപാട് വസ്ത്രങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ആരേലും വന്നാൽ എടുത്തു കൊടുക്കും. എടാ മക്കളെ, നീ ഇതിട്ടോ സൂപ്പറാ കേട്ടോ, കൊണ്ടുപോകരുത്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പിള്ളേർ സെറ്റ് വരുവാണെങ്കിൽ പുള്ളി ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. മക്കളെ നീ എടുത്തോ, നിനക്കിത് ചേരും കേട്ടോ, ചേട്ടൻ നല്ല ഷർട്ടാണല്ലോ, സൂപ്പറാ, ഊരിയാൻ കൊണ്ടുക്കോളാൻ പറയും. അധികം ഒന്നും ഇല്ല, ഉള്ളത് അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഷൂസും അതും ഇതൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. വാച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ആക്സിഡന്റിൽ പോയി, ഫോണും പൊട്ടി തകർന്നായിരുന്നു, ഫോൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ട്, ഉള്ളത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ആൾക്കില്ല, അധികം ഒന്നും മേടിച്ച് കൂട്ടത്തില്ല. ഞങ്ങൾക്ക് മേടിച്ച് തന്നാലും പുള്ളി മേടിക്കത്തില്ലായിരുന്നു. ഞാൻ ആകുന്ന പറയും, ചേട്ടാ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് നിങ്ങൾ മേടിക്കും. ഓ എന്തിനാ വാക്കുട്ടെ, എനിക്ക് നമുക്ക് പിള്ളേർക്ക് നിനക്ക് മേടിച്ചു തരാം, പൈസ കിട്ടുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മേടിച്ചു തരും. അല്ലാതെ പുള്ളി സ്വന്തമായിട്ട് മേടിക്കത്തില്ല. ഞങ്ങൾ വഴക്ക് പിടിച്ചിട്ടാണ് ഒരു ഷർട്ടെങ്കിലും ഒരു ഓണത്തിന് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് എടുക്കുന്നത്. അതും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കും, കൂട്ടുകാർ തന്നെ വണ്ടി ഓടിക്കാൻ വരുന്ന പിള്ളേർ സെറ്റുണ്ട്, അവന്മാർക്ക് കൊടുക്കും. എടുത്ത് ചേട്ടാ നല്ല ഷർട്ടാണല്ലോ, മക്കൾക്ക് വേണോ, ഊരിയൊക്കെ കൊടുക്കും.
അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ എത്രമാത്രം ഹാപ്പി ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ആ എന്ത് വന്നാലും സിനിമ വന്നാലും ഫ്ലവേഴ്സ് വിട്ട് പോകത്തുമില്ലായിരുന്നു പുള്ളി. ഭയങ്കര ഇഷ്ടം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഞാൻ കണ്ടത് വെച്ച് പുള്ളി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് ആണല്ല 24 ആ ഒരു കുടുംബത്തിന്റെ അവസാനം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ലേ തിരിച്ചു വന്നത്. അവസാനം അങ്ങനെയായിരുന്നു. കാരണം അന്ന് മേക്കപ്പ് പോലും അയച്ചിട്ടില്ലെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നമ്മൾ ഷൂട്ടിന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് നമ്മളെ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി അന്ന് സുചേട്ടൻ ലാസ്റ്റ് പോകുന്നിടത്ത് കാറിൽ കയറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പുറകെ ടിഷ്യൂ കൊടുക്കാൻ എന്തിനാണ് മക്കളെ മേക്കപ്പ് ഇവിടെ ഇരുന്നോട്ട് അഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ചിന്ത വരെ അങ്ങനെ ചെയ്തില്ല. കാരണം ഷൂട്ട് കഴിഞ്ഞുള്ള പുള്ളി വൈകിട്ട് മുഖത്തുടച്ചിട്ടേ കയറത്തുള്ളൂ. അന്ന് പുള്ളി അങ്ങനെ ചെയ്തില്ല. ആ മേക്കപ്പോട് കൂടിയാണ് ആൾ അവസാനം പോയത്. അത് ചിലപ്പോൾ ഒരു ഇതായിരിക്കും പുള്ളിയുടെ മനസ്സിന്റെ ഒരു ഇതായിരിക്കും. അദ്ദേഹം ചെയ്തതിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓർത്തിരിക്കുന്ന രംഗമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു യമണ്ടൻ പ്രേമകഥ എന്നുള്ള ഒരു ചെറിയ സീനാണ്, അത് ഭയങ്കര എഫക്റ്റ് ആയി. അതുപോലെ തന്നെ ഇപ്പൊ കട്ടപ്പനയിലെ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങള് ഇത് അദ്ദേഹം എത്രമാത്രം എൻജോയ് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും നല്ല എൻജോയ് ചെയ്താണ് അതൊക്കെ അഭിനയിച്ചത്. എന്നോട് വന്ന് വിശേഷങ്ങളൊക്കെ പറയും. ഒരു ചെറിയ കാര്യങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടേ എന്നെ ഉറക്കത്തുള്ളൂ. ഇപ്പൊ വെളുപ്പിനെ വന്നാലും എന്നെ കുത്തി എഴുന്നേപ്പിച്ച് തട്ടി എഴുന്നേപ്പിച്ച് ഇതെല്ലാം പറഞ്ഞിട്ടേ അന്ന് നീ കിടന്നു. അങ്ങനെ ആയിരുന്നു. എല്ലാ വിശേഷങ്ങളും പുള്ളി മനസ്സിൽ വെക്കത്തില്ല, എല്ലാം എന്നോട് പറയായിരുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ ഷൂട്ടിനൊക്കെ കിച്ചുമായിരുന്നു കൂടെ പോകുന്നത്. അവനായിരിക്കുമല്ലോ കണ്ടുള്ള ആ ഒരു അഭിനയിക്കുന്ന മൂവ്മെന്റ് ഒക്കെ അവനായിരിക്കുമല്ലോ കണ്ടത്. സിനിമ ഇറങ്ങിയ പുള്ളിക്ക് ഭയങ്കര എൻജോയ്. ഒരു ചെറിയ സീനുകളെ അതിന്റെ രീതിയിൽ പുള്ളി എക്സ്പ്രഷൻ ചെയ്ത് കാണിക്കാറുണ്ട് നല്ല ഭംഗിയായിട്ട്. അദ്ദേഹം അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയി കണ്ട സിനിമ ഏതാ? ഫുക്രി, ജയേട്ടന്റെ കൂടെ അത് കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ പല നിത്യഹരിത നായകൻ വിഷ്ണുവിന്റെ ഉണ്ണികൃഷ്ണന്റെ, പിന്നെ അതുപോലെ കട്ടപ്പന അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്നേഹിച്ചത്. കട്ടപ്പന ഇറങ്ങിക്കഴിഞ്ഞ സമയത്താണ് സ്നേഹിക്കുന്നത്. കട്ടപ്പനയ്ക്ക് മുന്നേ വരെ അറിയത്തില്ല. ഫുക്രി ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. ഞാനും കിച്ചു സൂചേട്ടനും പോയി എറണാകുളത്ത് പോയാ കണ്ടത് ഫുക്രിയൊക്കെ. ഇവിടെ ഒന്നും അവർക്ക് ഈ സമയത്ത് ഇവർക്ക് അറിയത്തേ ഇല്ല ഇങ്ങനെ ബന്ധമുണ്ടെന്നോ. 8-9 മാസം കഴിഞ്ഞിട്ടാണ് ഇവര് അറിയുന്നത്. അപ്പൊ ആ 9 മാസത്തില് എല്ലാ മാസത്തിലും ഞാൻ ഈ കുഞ്ഞിനെ കിച്ചുവിനെ സൂചേട്ടനെ കാണാൻ പോകും എറണാകുളത്തോട്ട്. ഇവിടുന്ന് പോകും ഞാൻ. എന്റെ നാട് ഇവിടെ അല്ലേ, കോട്ടയല്ലേ. കോട്ടയത്തൊന്ന് പോവായിരുന്നു. വീട്ടിൽ പറയാ എന്തെങ്കിലും കള്ളൊക്കെ പറഞ്ഞിട്ട് പോവായിരുന്നു. കാരണം അവരെ കാണണ്ടേ. കാരണം ഞാൻ അവിടെ ജോലി ചെയ്തതും കൂടാണ്. സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ഞാൻ ഐഡിയയുടെ ഓഫീസിൽ കസ്റ്റമർ കെയറിൽ ഡ്യൂട്ടി ചെയ്തതാണ്. അപ്പം എനിക്ക് എറണാകുളത്ത് പോകാൻ വേറെ കാര്യമില്ല. പോവും, ഇവരെ കാണും. പക്ഷെ 5-8 മാസം കഴിഞ്ഞാണ് വീട്ടിലറിയുന്നത്. ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന കാര്യം അതിനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ. അപ്പം അത് അദ്ദേഹം പോയി കഴിഞ്ഞിട്ടും അതങ്ങനെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഇത്രയധികം ഓർത്തിരിക്കുക, അതായത് ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ പോലും ഒന്നും മറക്കത്തില്ല. ആ ലാസ്റ്റ് മൂമെന്റ് വരെ എന്നെ നോക്കി നിന്ന ആ ഭാഗം പോലെ ഞാൻ ഇന്നും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുക. പോകാൻ നേരത്തെ അവസാനം പോകുന്ന നേരത്ത് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ഇതെന്തോ ഇങ്ങനെ പതിവില്ലാതെ അങ്ങനെ നോക്കി നിൽക്കത്തില്ല പുള്ളി. ഞായറാഴ്ച പോകുന്നതിൻ്റെ അന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി ചോദിച്ചു എന്തുവാ അത് ചോദിച്ചു. ഇല്ല ഞാൻ പോയിട്ട് സുക്കുട്ട പോയിട്ട് വരാന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ആ വേടാ പറഞ്ഞു. സുക്കുട്ട പോയിട്ട് വരാം, വെളുപ്പിനെ വരാവേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ ഒരു മൊമെന്റ് പോലും ആദ്യ ജീവിതത്തിൽ ഫസ്റ്റ് കാണുന്ന ആ മൊമെന്റും ആ ഡ്രസ്സ് വരെ ഞാൻ ഓർത്തിരിക്കുക. കിച്ചു സുചേട്ടൻ്റെ ഡ്രസ്സ് വരെ ആദ്യമായിട്ട് ഇവരെ കാണുക. ശ്വാസം എന്ന് പറയുന്ന ഇവിടെ അപ്പാർട്ട്മെന്റിൽ താഴെ എന്നെ നോക്കി നിൽക്കുക രണ്ടുപേരും. ആ ഒരു മൊമെന്റ് തൊട്ട് ലാസ്റ്റ് സുചേട്ടൻ പോകുന്നോടെ വരെയുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, സ്നേഹിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ മറന്നു പോകാത്തത്. ആളുടെ വാവുട്ടാന്നുള്ള വിളി പോലും അതിനൊരു വേരിയേഷൻ ഉള്ള വിളിക്ക് അതുവരെ എനിക്ക് ഇപ്പോഴും അറിയാം. നമുക്ക് കാതിൽ കേൾക്കാതെ ഇതുവരെ ഓർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്നേഹിക്കാത്ത ഒരാളുടെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും? അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കരയാൻ വേണമെങ്കിൽ 1 വർഷം മുഴുവൻ കരയാം. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാം. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ സുധിച്ചേട്ടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറയുന്ന എല്ലാം ഞാൻ കാണിക്കാം. വീട്ടിൽ ഇരുന്ന് കരയാം, വെള്ള സാരി കൊടുത്തുകൊണ്ട് കരയാം.
ഇവരാരെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണിത്. പിന്നെ എന്തിനാണ് ഈ കിടന്ന് പറയുന്നത് ആൾക്കാർ? ഈ ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഡാൻസ് കുഞ്ഞിലെ തൊട്ട് പഠിച്ചതല്ല, അറിയാം. സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞ് പഴയ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ടീച്ചേഴ്സ് വിളിച്ചോണ്ട് പോകുന്നത് ആനിവേഴ്സറിക്കൊക്കെ, ആനുവൽ ഡേക്കൊക്കെ. അപ്പോൾ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് നേരത്തെ ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനുള്ളപ്പോൾ ചുമ്മാ ഇരുന്ന് ഡാൻസ് കളിക്കും, ചേട്ടനെ കളിച്ച് കാണിക്കും ഡാൻസ്. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പണ്ടേ. ഇപ്പോൾ ഒരു ഡാൻസ് ചുമ്മാ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര സംഭവം ക്ലിക്ക്, ഭയങ്കര ഇതാ നല്ലതും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഭയങ്കര കമൻറ്റ്സ്. ഇവളെന്താ കാണിക്കുന്നത്, ഞാൻ എന്താ കാണിച്ച ഡാൻസ് കളിച്ച്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഫോണ്, എൻ്റെ അക്കൗണ്ട്. അതിന് നിങ്ങൾക്ക് എന്താ വന്നേ? ഞാൻ ഇനിയും അപ്പം എനിക്ക് ദേഷ്യമായി. അപ്പം ദേഷ്യം അപ്പോൾ ഒന്നും കൂടി ഇതായി, ഇനിയും ഡാൻസ് കളിക്കണം. അങ്ങനെ ഞാൻ ഇടും ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ തന്നെയാണ് ആ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാ? ഓക്കെ ആണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട്? നാടകമാണോ അതോ അല്ല ജീവിതം, മൊത്തത്തിലുള്ള ജീവിതം? അത് ഞാൻ ചില സമയം വിഷമം വരാറുണ്ട്, മാറി മറിഞ്ഞുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് വിഷമം വരുമല്ല, ഇങ്ങനെ പതുക്കെ ചില വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളിങ്ങനെ ഒരുമാതിരി പെട്ടെന്ന് സന്തോഷം വരുമല്ല, കുറച്ച് സന്തോഷം വന്ന് ആ ഒരു ഹാപ്പി മൊമെന്റിൽ ഇങ്ങനെ. പിന്നെ അത് പുറത്ത് എല്ലാവരും ഒന്നും കാണിക്കാറൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാവുന്നത്, അതായത് മനസ്സറിയാവുന്നത്. ഞാൻ എന്താണ്, എങ്ങനെയാണ്, എന്ത് കണ്ടാൽ ഞാൻ സങ്കടപ്പെടുമല്ലേ, എന്ത് കേട്ടാൽ ഞാൻ എന്തെങ്കിലും സന്തോഷിക്കും എന്നുള്ളതൊക്കെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. വിരലിലുണ്ടാവുന്നത് അവർക്ക് എന്നെ അറിയത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടാൽ അത് അവർക്ക് അറിയത്തില്ല. അവരത് കണ്ട് കമന്റ് അങ്ങനെയൊക്കെ. അത് എന്നെ അറിഞ്ഞോണ്ടല്ലോ, അറിയാവുന്നവർക്ക് അറിയാത്രേ ഉള്ളൂ. അതായത് ഞാൻ എപ്പോഴും ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്, ഓക്കെ അല്ലേന്ന് വെച്ചാൽ അല്ല, അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. പിന്നെ ചിലവർ പറയാറുണ്ട് കേട്ടോ, ചേച്ചിയെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവാണ്, അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര, കാരണം ഞങ്ങള് ചില കമന്റ്സ് ഒക്കെ വരും, സൂയിസൈഡ് വരെ ചെയ്യാൻ നിന്ന് ഞങ്ങളൊക്കെ ചേച്ചിയുടെ ഓരോ ഇതൊക്കെ ഞങ്ങൾക്ക് സത്യമായിട്ട് സന്തോഷമാണ്. കാരണം അതുപോലും പറഞ്ഞ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ചേച്ചി എല്ലാം കൂളായിട്ടല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഒരു അടുത്ത് തളർന്ന് കിടക്കുകയോ കരഞ്ഞു കിടക്കുകയോ ഒന്നും ചെയ്യുന്നത്, കൂളായിട്ട് ഇത് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് ചേച്ചി എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, നല്ല ആൾക്കാർ. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളൊക്കെയും ജീവിക്കാൻ 6 വർഷങ്ങൾ മതി, ആ വർഷങ്ങളുടെ ഓർമ്മകൾ മതി. കാരണം എന്ത് രസമാണ് ഓർമ്മകൾ. ഞാൻ പറഞ്ഞില്ല, അന്ന് കണ്ട അന്നോ തൊട്ട് അവസാനമായിട്ട് ജീവനോടുള്ള എന്നെ നോക്കിയാ നോട്ടം വരെ ഇന്നും എൻ്റെ കണ്ണിൽ നിൽപ്പുണ്ട്. ഇത് മതിയില്ലേ ആ ഓർമ്മ ഇനിയിപ്പോൾ ഞാൻ വല്ല അൽസിമേഷൻസ് പറഞ്ഞ ഓർമ്മ പോയിട്ട് അല്ല, ഓർമ്മ പോകുന്ന അസുഖം വരണം, എന്നാലേ അത് മറക്കത്തുള്ളൂ. അത് ഞാൻ എൻ്റെ മരണം വരെ ഓർക്കും. അങ്ങനെ ഈ പ്രണയം എന്നുള്ള ഒരു വിഷയം എടുത്ത് സംസാരിക്കുന്ന സമയത്ത് രേണുവിനെ കൊണ്ടുവന്നാൽ ഇതിനിങ്ങനെയും കൂടി വിശദീകരിക്കാൻ പറ്റും, ഇതിനിങ്ങനെയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അനശ്വരത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. ഒരുപാട് നന്ദിയുണ്ട് നമ്മളോട് സംസാരിച്ചതിൽ. സുജിച്ചേട്ടൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അങ്ങേ ലോകത്തുള്ള ഇവിടുത്തെ കാഴ്ചകളിൽ ഈ സംസാരവും രേണുവിൻ്റെ മറുപടികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം.